ഹായ് ഗൈസ്, വെൽക്കം ടു റിച്ച് കുട്ടീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങൾ പെട്ടെന്ന് ഇരുന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ് ഗുരുവായൂർ ഒന്ന് പോയാലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇലക്ഷൻ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇലക്ഷൻ ദിവസം പെട്ടെന്ന് എടുത്ത തീരുമാനം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഗുരുവായൂർ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അതേ മറയിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോയി 3 പേരും കൂടിയിട്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് ഞങ്ങളങ്ങനെ അവിടെ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് വേറെ ബസ് കയറിയിട്ട് ഗുരുവായൂർ പോയി. ഗുരുവായൂരെത്തി ഗൈസ്. ഞങ്ങൾ ഗുരുവായൂരെത്തിയപ്പം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമല സീസണും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ എത്തി. പിന്നെ ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. എല്ലാവരും നെയ്റോസ്റ്റ് കഴിച്ച് ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ബാഗൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ തൊഴുതു. ശീവേലി നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതു ഇറങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് വളയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രിയങ്ക ഫാൻസിയിൽ അടിപൊളി കളക്ഷൻസും നല്ല കുറേ കളക്ഷൻസും വെറൈറ്റികൾസും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം മേടിച്ചിറങ്ങി. ഓരോ ചായയെല്ലാം കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു 30 രൂപേൻ്റെ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ, അതായത് ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അത്. അവിടെ പോയി 30 രൂപ കൊടുത്ത് ടോക്കൺ എടുത്ത് ഞങ്ങൾ ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്ന സമയം ഒരു 12 മണിയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളത് ഫ്രഷ് ഇതാണ് എൻ്റെ ഫൈനലി കോസ്റ്റ്യൂം ലുക്ക്. ഞങ്ങൾ 3 പേരും റെഡിയായി. എന്നിട്ട് വൈകുന്നേരത്ത് 3 മണിക്കത്തെ വാകച്ചാർത്തും കാര്യങ്ങളൊക്കെ എല്ലാം തൊഴുത് ഇറങ്ങി. ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഒരു 4 മണി 3:45 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒരു ചായ കുടിച്ച് തിരിച്ച് നെന്മാറയിലേക്ക് ബസ് കയറി. ഇതൊക്കെ തൃശ്ശൂർ റൂട്ടാണ്. സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് അവരൊക്കെ കിടന്നുറങ്ങി. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ വന്നു. തലേദിവസം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ജോലിക്ക് പോകണം.